കഥയാരംഭിക്കുന്നത് ബനാറസിൽ നിന്നുമാണ്. പണ്ഡിറ്റ് ചതുർവേദിയെ നമ്മൾ പരിചയപ്പെടുന്നു. സൂര്യോദയത്തിനു മുമ്പ് തന്നെ തന്റെ ശിഷ്യന്മാർക്കൊപ്പം അദ്ദേഹം പുണ്യനദിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ആരാധനാ കർമ്മങ്ങളോടെ അദ്ദേഹത്തിന്റെ ദിവസം ആരംഭിച്ചു. സൂര്യനമസ്കാരം ചെയ്തു. അന്ന് ആരാധനാ കർമ്മങ്ങൾക്ക് ശേഷം പണ്ഡിറ്റ് വീട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുകയായിരുന്നു. പക്ഷേ മുകളിലേക്ക് കയറി വരുമ്പോൾ അവിടം വൃത്തിയാക്കിക്കൊണ്ടിരുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ടൊരു വ്യക്തി അബദ്ധത്തിൽ പണ്ഡിറ്റിന്റെ ദേഹത്ത് മുട്ടി. അവിടുണ്ടായിരുന്ന എല്ലാവരും ഞെട്ടലോടെ അത് നോക്കിക്കണ്ടു. പണ്ഡിറ്റ് ബഹളമൊന്നും കൂട്ടിയില്ല. അദ്ദേഹം തിരികെ പുണ്യനദിയിലേക്ക് ഇറങ്ങി തന്നെ ശുദ്ധിയാക്കാനുള്ള ആചാര കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങി. ഇതേ സമയം അവിടെ കൂടിയ മറ്റുള്ളവർ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആ മനുഷ്യനെ തല്ലാനും പണ്ഡിറ്റിന്റെ ദേഹത്തേക്ക് മുട്ടി പണ്ഡിറ്റിനെ അശുദ്ധമാക്കിയെന്ന് പറഞ്ഞ് ഉപദ്രവിക്കാനുമൊക്കെ ആരംഭിച്ചിരുന്നു. പണ്ഡിറ്റിന്റെ ജീവിതം ഷൂട്ട് ചെയ്യാനെത്തിയ എഴുതാനെത്തിയ ഒരു പത്രപ്രവർത്തകൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ അതൊക്കെ കണ്ട് നോക്കി നിന്നു. ആളൊരു വിദേശിയാണ്. താഴ്ന്ന ജാതിക്കാരൻ തല്ലുകൊള്ളപ്പെടുന്നത് തടയുവാൻ അവിടുണ്ടായിരുന്ന ഒരു സന്യാസി വര്യനും മറ്റു പലരും ശ്രമിച്ചപ്പോ പലരും പണ്ഡിറ്റിനെ അശുദ്ധമാക്കിയെന്ന് പറഞ്ഞ് അയാളെ തല്ലുക തുടർന്നു. ഒരു ഘട്ടത്തിൽ പണ്ഡിറ്റ് തിരികെ കയറി വന്നപ്പോഴേക്കും തല്ലൊക്കെ അവസാനിച്ചിരുന്നു. സന്യാസി വര്യൻ പണ്ഡിറ്റിനോട് ചോദിച്ചു, നിങ്ങളുടെ ആളുകൾ ആ മനുഷ്യനെ തല്ലിക്കൊല്ലാൻ നോക്കി, എന്നിട്ടും നിങ്ങളെന്താണ് തടയാതിരുന്നത്? അത് മതമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എല്ലാ ജീവജാലങ്ങളും ഒന്നിൽ നിന്ന് തന്നെ രൂപം കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ വേദങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആരാണ് ഉയർന്നവനും ആരാണ് താഴ്ന്നവനും? പണ്ഡിറ്റിന്റെ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് ആ ചോദ്യം അത്ര ഇഷ്ടപ്പെട്ടില്ല. ഓ, നിങ്ങൾക്ക് പണ്ഡിറ്റിനേക്ക് അറിവുണ്ടെങ്കിൽ ഒരു സംവാദത്തിന് പോരെ എന്ന തരത്തിൽ അയാൾ വെല്ലുവിളിച്ചപ്പോൾ പണ്ഡിറ്റ് തന്റെ ശിഷ്യനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ശേഷം പൂർണ്ണ ബഹുമാനത്തോടെ, എന്റെ മതം ഞാൻ ആവശ്യത്തിന് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രണാമം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പണ്ഡിറ്റ് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് വിദേശിയായ പത്രപ്രവർത്തകനും കൂടെ കൂടിയിട്ടുണ്ട്. വർഷങ്ങളായി അവിടെ തുടരുന്ന പണ്ഡിറ്റിൽ നിന്നും മതത്തെപ്പറ്റി മനസ്സിലാക്കി ഹിന്ദുയിസത്തെ സംബന്ധിച്ച് ഒരു ബുക്ക് എഴുതാനാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ആ ഗ്രാമം മുഴുവൻ പണ്ഡിറ്റിനെ അത്രമേൽ ബഹുമാനിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ അമ്പലത്തിലെ പ്രധാന പൂജാരിയാണ് പണ്ഡിറ്റ്. ഇന്നേ വരെ ഒരു പാപവും ചെയ്യാത്ത മനുഷ്യനെന്നാണ് ഗ്രാമവാസികൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. പണ്ഡിറ്റിന്റെ അടുക്കൽ പലരും പല സംഘടനകളിലും ചേരാൻ പറഞ്ഞതാണ്, ഹിന്ദു സംഘടനകളിൽ. പക്ഷേ പണ്ഡിറ്റ് അതിനൊന്നും തയ്യാറായില്ല. ഒടുവിൽ അവർ വീട്ടിലേക്കെത്തി. പക്ഷേ അന്യമതസ്ഥനായ ഒരു വിദേശിയെ വീടിനകത്തേക്ക് കയറ്റാൻ പണ്ഡിറ്റ് ഒരുക്കമായിരുന്നില്ല. ഒരു മണിക്കൂറിന് ശേഷം വീട്ടിലെ പൂജാകർമ്മങ്ങൾ കഴിഞ്ഞ് താൻ മടങ്ങിയെത്തുമെന്നും അപ്പോൾ വന്നാൽ മതി എന്നും അദ്ദേഹത്തോട് പണ്ഡിറ്റ് പറഞ്ഞു. ധർമ്മവും ശുദ്ധിയുമെല്ലാം വലിയ രീതിയിൽ നോക്കുന്ന വ്യക്തിയായിരുന്നു പണ്ഡിറ്റ്. അദ്ദേഹം വീടിനകത്തേക്ക് കയറി പൂജാകർമ്മങ്ങൾക്കുള്ള കാര്യങ്ങൾ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ എല്ലാ സഹായങ്ങളുമായി ഓടി ഓടി എത്തുന്നുണ്ടായിരുന്നു. പണ്ഡിറ്റിന്റെ ഭാര്യയുടെ പേര് പാർവതി എന്നാണ്. ഒരേ ഒരു മകളെയുള്ളൂ, മകൾ വേദിക. ഇരുവരും പൂജയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കും. പൂജാകർമ്മങ്ങൾ നടക്കുമ്പോൾ പണ്ഡിറ്റ് അതിൽ അതീവ ശ്രദ്ധാലുവായിരിക്കും. മറ്റ് ചിന്തകളൊന്നും ഉണ്ടാകില്ല. നിശബ്ദത അദ്ദേഹത്തിന് നിർബന്ധമാണ്. അതുകൊണ്ട് പൂർണ്ണ ശുദ്ധിയോടെ ശ്രദ്ധയോടെ മാത്രമേ പാർവതിയും വേദികയും ആ സമയം വീടിനുള്ളിൽ കാര്യങ്ങൾ നീക്കാറുള്ളൂ. അന്നത്തെ പൂജാകർമ്മങ്ങൾക്ക് ശേഷം പണ്ഡിറ്റ്ജി തന്റെ ശിഷ്യഗണങ്ങൾക്ക് വിദ്യ പറഞ്ഞുകൊടുത്തു. ശേഷം മടങ്ങിയെത്തി. അന്ന് ചില ആചാരാനുഷ്ഠാന കർമ്മങ്ങൾക്കായി പണ്ഡിറ്റ്ജിക്ക് മറ്റൊരിടത്തേക്ക് പോവേണ്ടതുണ്ട്. പോകുന്നതിനു മുമ്പ് പാർവതി വിളിച്ച് അദ്ദേഹം പറഞ്ഞു, ചിലപ്പോൾ ഞാൻ വരാൻ വൈകിയേക്കും, എന്നെ കാത്തിരിക്കണ്ട, സമയത്തിന് ഭക്ഷണം കഴിക്കണം, ആരോഗ്യം നോക്കണം. പക്ഷേ പാർവതി പറഞ്ഞു, താങ്കളില്ലാതെ എപ്പോഴാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളത്? താങ്കൾ എത്തിയിട്ടേ ഞാൻ കഴിക്കൂ. പണ്ഡിറ്റ്ജി അന്ന് പോയത് തന്റെ സുഹൃത്തു കൂടിയായ വിഷ്ണു സിംഗിന്റെ വീട്ടിലേക്കായിരുന്നു. പണ്ഡിറ്റ്ജി വർക്ക് ചെയ്യുന്ന അമ്പലത്തിന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് വിഷ്ണു സിംഗ് ആണ്. വിഷ്ണു സിംഗിന് ഒരു മകനുണ്ട്, സൂര്യപ്രകാശ് എന്നാണ് പേര്. മകൾ മണി. പണ്ഡിറ്റ്ജിക്കൊപ്പം പണ്ഡിറ്റ്ജിയുടെ ജീവിതം പകർത്താൻ വന്ന മാക്കും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. പണ്ഡിറ്റ്ജിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മാക്കിന് മണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്ന് പൂജ നടക്കുന്ന ദിവസമാണല്ലോ. അന്നായിരുന്നു മണിയുടെ തുടർ വിദ്യാഭ്യാസത്തിനുള്ള അഡ്മിഷൻ ഡേറ്റും. പണ്ഡിറ്റ്ജിയുടെ അടുത്ത് അതിന് പുറപ്പെടാനുള്ള അനുവാദം അവൾ ചോദിച്ചു. പക്ഷേ അവിടുണ്ടായിരുന്ന സൂര്യപ്രകാശിന് അത് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. മണി ഇനി തുടർന്ന് പഠിക്കേണ്ടതില്ല, നീ ഇനി വീട്ടിലെ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി എന്ന മട്ടിലൊക്കെ സൂര്യപ്രകാശ് പറഞ്ഞു. അതാണ് നമ്മുടെ ധർമ്മത്തിലുള്ളത് എന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മണി പണ്ഡിറ്റ്ജിയോട് ചോദിച്ചു, ശരിക്കും ധർമ്മത്തിൽ അങ്ങനെ തന്നെയാണോ ഉള്ളത്? പെൺകുട്ടികൾ സ്ത്രീകൾ തുടർന്നു പഠിക്കാൻ പാടില്ലേ? എനിക്ക് അഡ്മിഷന് പോവാൻ അനുവാദമില്ലേ? പണ്ഡിറ്റ്ജി സൂര്യപ്രകാശിനോട് പറഞ്ഞു, ധർമ്മത്തിൽ സ്ത്രീകളോട് ഇതുപോലെ സംസാരിക്കാനും നമ്മളെ പഠിപ്പിക്കുന്നില്ല. സൂര്യപ്രകാശിന് പണ്ഡിറ്റ്ജിയെ മാത്രമാണ് ഭയമുള്ളത്. വിദ്യ നേടാനുള്ള അനുവാദം എല്ലാവർക്കുമുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിറ്റ്ജി മണിയെ അഡ്മിഷന് പോവാൻ അനുവദിച്ചു. സൂര്യപ്രകാശിന് അപ്പോഴും അതത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല.
പിന്നീട് അവിടെ പൂജാകർമ്മങ്ങൾ അരങ്ങേറി. ഇതേ സമയം നഗരത്തിൽ പലയിടത്തായി സാമുദായിക ലഹള അരങ്ങേറുന്നുണ്ടായിരുന്നു. പണ്ഡിറ്റ്ജി ആരാധനാ കർമ്മങ്ങൾ പൂജാകർമ്മങ്ങൾ ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ കണ്ടത് വീടിനകത്ത് പാർവതിയും വേദികയും ഒരു കൊച്ചുകുഞ്ഞിനെ താലോലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പണ്ഡിറ്റ്ജി അവരോട് ചോദിച്ചു, ഇതാരുടെ കുട്ടിയാണ്? അത് കേട്ട് ഒരു നിമിഷം വേദികയും പാർവതിയും നിശബ്ദരായി. പണ്ഡിറ്റ്ജി വീണ്ടും ചോദിച്ചു. പാർവതി പറഞ്ഞു, ഒരു പാവം സ്ത്രീ വേദികയുടെ കയ്യിൽ കുട്ടിയേൽപ്പിച്ച് വെള്ളം കുടിക്കാനെന്ന് പറഞ്ഞു പോയി. ഇതുവരെ അവർ മടങ്ങിയെത്തിയിട്ടില്ല. പണ്ഡിറ്റ്ജിക്ക് ചെറിയ ദേഷ്യം വന്നിരുന്നു. പണ്ഡിറ്റ്ജി മകളോട് ചോദിച്ചു, ആരുടെയോ കുഞ്ഞിനെ നീ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആ കുട്ടിയുടെ ജാതീയത മതമേത എന്നൊന്നും അറിയില്ല. എന്നിട്ടതിനെ തൊടുകയും താലോലിക്കുകയും ചെയ്തിരിക്കുന്നു. ആ കുട്ടിയുടെ പേരോ വിലാസമോ ഒന്നും നിനക്കറിവില്ല. നീ ചെയ്തത് തീർത്തും തെറ്റ് തന്നെ. ഉടൻ പാർവതി പറഞ്ഞു, ഇതൊരു ബ്രാഹ്മൺ കുട്ടിയാണ്. അത് കേട്ടതും പണ്ഡിറ്റ്ജിക്ക് തെല്ലൊരു ആശ്വാസം കിട്ടി. എന്നിരുന്നാലും കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് തെറ്റ് തന്നെ, പണ്ഡിറ്റ്ജി എടുത്തു പറഞ്ഞു. പക്ഷേ അന്ന് കുറെ സമയം കഴിഞ്ഞിട്ടും കുട്ടിയെ ഏൽപ്പിച്ചു കൊണ്ടുപോയ അമ്മ തിരികെ എത്തിയിരുന്നില്ല. ആ കുട്ടി ആ ദിവസം മുഴുവൻ ആ വീട്ടിൽ തുടർന്നു. വേദികയാണ് കുട്ടിയെ നോക്കുന്നത്. പണ്ഡിറ്റ്ജിക്ക് ദേഷ്യം വന്നിരുന്നു. പാർവതിയോട് അദ്ദേഹം പറഞ്ഞു, മകളുടെ പഠനകാര്യങ്ങളൊക്കെ ഈ കുട്ടി കാരണം കുളമാകും. ഇതിനോടകം തന്നെ ദൈവകാര്യങ്ങളിൽ വരെ വീഴ്ച വന്നു കഴിഞ്ഞു. ഉടൻ പാർവതി പണ്ഡിറ്റ്ജിയോട് ചോദിച്ചു, നമുക്കിതുപോലൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ചെറിയ തടസ്സങ്ങൾ വരില്ലേ? അത്തരത്തിൽ നോക്കിക്കണ്ടാൽ മതി. പണ്ഡിറ്റ്ജി മറുപടിയൊന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം പണ്ഡിറ്റ്ജി പതിവ് പോലെ വീട്ടിലേക്ക് പൂജയ്ക്കായി മടങ്ങിയെത്തി. കുട്ടി കിടന്ന് കരയുകയാണ്. പാർവതിക്കാണെങ്കിൽ അതിന്റെ അങ്കലാപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലതിലും അവൾക്ക് പിഴവും പറ്റി. പൂജാ സമയത്ത് പണ്ഡിറ്റ്ജിക്ക് നിശബ്ദത അത്യാവശ്യമാണ്. കുട്ടിയാണെങ്കിൽ കിടന്ന് കരഞ്ഞുകൊണ്ടുമിരിക്കുന്നു. എല്ലാം കൊണ്ടും ഒടുവിൽ പണ്ഡിറ്റ്ജിക്ക് ദേഷ്യം തന്നെ വന്നു. പണ്ഡിറ്റ്ജി പറഞ്ഞു, കുട്ടിയെ വിട്ടിട്ട് പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞു. ഇൻസ്പെക്ടർ ശർമ്മയോട് പറഞ്ഞ് ബാക്കി കാര്യങ്ങൾ നോക്കാൻ നോക്ക്. ഞാൻ ശർമ്മയെ വിളിക്കാൻ പോവുകയാണ്. ഇതേ സമയം മറുവശത്ത് മണിയും ജേർണലിസ്റ്റ് മാക്കും അടുപ്പത്തിലാവുകയായിരുന്നു. മാക്കിനെ മണി ആ ഊരു ചുറ്റിക്കാണിച്ചു. വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു. ദിവസങ്ങൾ നീളുന്തോറും അവർക്കിടയിലെ പ്രണയം വളർന്നു. ഒരു ദിവസം മണിയും മാക്കും ഒന്നിച്ച സമയം ചിലവിടുന്നത് സൂര്യപ്രകാശ് നേരിട്ട് കണ്ടു. സൂര്യപ്രകാശിന് അത് സഹിക്കാൻ സാധിച്ചില്ല. തന്റെ കൂടെയുള്ള ഗുണ്ടകളുടെ സഹായത്തോടെ സൂര്യപ്രകാശ് മാക്കിനെ ആക്രമിക്കാൻ ആരംഭിച്ചു. മണി ഭയന്നുകൊണ്ടോടി. ഓടിച്ചെന്നത് പണ്ഡിറ്റ്ജിയുടെ അടുത്തേക്കാണ്. പണ്ഡിറ്റ്ജിയെ വിളിച്ചുകൊണ്ടുവന്ന് ഒരു തരത്തിൽ മാക്കിനെ അവൾ കൊല്ലപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നിരുന്നാലും അത് വലിയൊരു പ്രശ്നത്തിലേക്ക് വഴിനീളുകയായിരുന്നു. വീട്ടിൽ മണിയെ എത്രയും വേഗം വിവാഹം ചെയ്തു കൊടുക്കണം എന്ന തരത്തിൽ സംസാരം വന്നു. പക്ഷേ തനിക്ക് മാക്കിന് ഇഷ്ടമാണെന്നും താൻ മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്നുമായിരുന്നു മണി പറഞ്ഞത്. സൂര്യപ്രകാശിന് അത് വലിയ ദേഷ്യം തന്നെ ഉണ്ടാക്കിയിരുന്നു. അടുത്ത ദിവസം ഇൻസ്പെക്ടർ പണ്ഡിറ്റ്ജിയുടെ വീട്ടിലെത്തി. പണ്ഡിറ്റ്ജി ശർമ്മയുമായി സംസാരിച്ചു. ഇൻസ്പെക്ടർ ശർമ്മ കാര്യം പറഞ്ഞു. ഇതുവരെ കുട്ടി മിസ്സിംഗ് ആണ് എന്ന തരത്തിൽ പരാതികളൊന്നും വന്നിട്ടില്ല. പണ്ഡിറ്റ്ജി പറഞ്ഞ ശേഷം ഞാൻ ഫയലുകളൊക്കെ പരിശോധിച്ചിരുന്നു. എവിടെ നിന്നും അത്തരത്തിൽ മിസ്സിംഗ് റിപ്പോർട്ട് വന്നിട്ടേയില്ല. ഞാൻ അടുത്തുള്ള ജില്ലകളിലൊക്കെ അറിയിപ്പ് കൊടുക്കാം. പക്ഷേ അതുവരെ കുറച്ച് സമയമെടുക്കും. സാധാരണ രീതിയിൽ കുട്ടിയെ അന്വേഷിച്ചൊരു അമ്മ വരേണ്ട സമയം കഴിഞ്ഞു. ഒരുപക്ഷെ ആ കുട്ടി ഉപേക്ഷിക്കപ്പെട്ടതാകാം. ആ കാലയളവിൽ തന്നെ വേദികയും പാർവതിയും കുട്ടിയോട് വളരെയധികം അടുപ്പത്തിലായി കഴിഞ്ഞിരുന്നു. കുട്ടിയെ ഉപേക്ഷിക്കാനും വിട്ടുകൊടുക്കാനുമൊന്നും അവർക്ക് മനസ്സ് വരുന്നേ ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം മറ്റൊന്ന് സംഭവിച്ചു. മാക്കിനൊപ്പം മണി ഒളിച്ചോടി. വിവരമറിഞ്ഞ സൂര്യപ്രകാശ് മണിക്കുമേൽ കണ്ണുവെക്കാൻ പറഞ്ഞ് തന്റെ ഭാര്യ അത് ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞ് തന്റെ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചു. സൂര്യപ്രകാശിന്റെ അച്ഛൻ വന്നായിരുന്നു അത് തടഞ്ഞതുപോലും. സൂര്യപ്രകാശിന്റെ അച്ഛൻ വലിയ പ്രതിസന്ധിയിലായി. എന്ത് ചെയ്യണമെന്ന് പണ്ഡിറ്റിനോട് ഡിസ്കസ് ചെയ്തു. പണ്ഡിറ്റ്ജി അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. ശാന്തമായിട്ടിരിക്കാൻ പറഞ്ഞു. എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല നടക്കുക. വന്നുചേരുന്ന വിധി പലതരത്തിലാകാം. അതിനെ അതുപോലെ സ്വീകരിക്കുക. അതേ നിർവാഹമുള്ളൂ. മറുവശത്ത് മണിമാക്കിനെ വിവാഹം കഴിച്ചു. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഇൻസ്പെക്ടർ ശർമ്മ വീണ്ടും പണ്ഡിറ്റ്ജിയുടെ വീട്ടിലെത്തി. താൻ മുഴുവനായും അന്വേഷിച്ചെന്നും പക്ഷേ കുട്ടിയുടെ മാതാവിനെ പറ്റിയൊരു വിവരവും കിട്ടിയില്ല എന്ന കാര്യം ശർമ്മജി പണ്ഡിറ്റ്ജിയെ അറിയിച്ചു. അത് കേട്ട് വേദികയും പാർവതിയും ഒരുപാട് സന്തോഷിച്ചിരുന്നു. പണ്ഡിറ്റ്ജി ശർമ്മയോട് സംസാരിച്ചു. ഒന്നുമില്ലെങ്കിലും ഒരു ബ്രാഹ്മൺ കൊച്ചാണല്ലോ. ഈശ്വരന്റെ വിധിപ്രകാരമായിരിക്കും അവൻ ഇവിടെ എത്തിച്ചേർന്നത്. അമ്പലത്തിന്റെ അനാഥാലയത്തിൽ ആ കുട്ടിയെയാക്കാം. അവൻ അവിടെ വളരട്ടെ. അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ഞാൻ നാളെ അറിയിക്കാം. അവർ വന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകട്ടെ. പക്ഷേ അത് കേട്ടതും പാർവതിക്കും വേദികയ്ക്കും പെട്ടെന്ന് ദുഃഖം വന്നു. അവർക്ക് ആ കുട്ടിയെ അങ്ങനെ വിട്ടുകൊടുക്കണമെന്നുണ്ടായിരുന്നില്ല. പാർവതി എന്ന് ഒഴിവ് സമയത്ത് പണ്ഡിറ്റ്ജിയോട് സംസാരിച്ചു. ആ കുട്ടിയെ നമുക്ക് ദത്തെടുത്ത് വളർത്തിയാലോ എന്ന് ചോദിച്ചു. പണ്ഡിറ്റ്ജിക്ക് ആദ്യം അത് കേട്ടപ്പോ വലിയ താല്പര്യമൊന്നും തോന്നിയില്ലെങ്കിലും പാർവതിക്ക് അദ്ദേഹം അതിന് അനുവാദം കൊടുത്തു. അവരെങ്ങനെ കുട്ടിക്ക് കാർത്തികേയ എന്ന് പേരിട്ടു. കുട്ടിയെ തങ്ങളുടെ മകനായി വളർത്താൻ ആരംഭിച്ചു. ഒരു ദിവസം കുട്ടി കരഞ്ഞോണ്ടേയിരിക്കുകയായിരുന്നു. ആ സമയം പാർവതി വീട്ടിലില്ല. പണ്ഡിറ്റ്ജി മാത്രമായിരുന്നു ഉണ്ടായത്. ആദ്യം
ആദ്യം കുട്ടിയെ അവഗണിക്കാൻ പണ്ഡിറ്റ്ജി ശ്രമിച്ചെങ്കിലും പണ്ഡിറ്റ്ജിക്ക് അത് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ കാർത്തികേയെ എടുത്ത് പണ്ഡിറ്റ്ജി താലോലിക്കാനും സമാധാനിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചു. അന്ന് കുറെ സമയം കഴിഞ്ഞ് വേദികയും പാർവതിയും തിരികെ എത്തിയപ്പോൾ കണ്ടത് അവരെ അത്ഭുതപ്പെടുത്തിയ കാഴ്ചയായിരുന്നു. പണ്ഡിറ്റ്ജി കിടന്നുറങ്ങുന്നു. കാർത്തികേയ പണ്ഡിറ്റ്ജിയുടെ വയറിൽ കിടന്നുറങ്ങുകയാണ്. അവർക്ക് സന്തോഷം തോന്നി. പതിയെ പതിയെ പണ്ഡിറ്റ്ജി കാർത്തികേയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. തന്റെ മകനെ പോലെ സ്നേഹിക്കാൻ ആരംഭിച്ചു. പണ്ഡിറ്റ്ജിയുടെ കൂടെ കാർത്തികേയ വളർന്നു വന്നു. ആരാധനാ കർമ്മങ്ങൾ പഠിച്ചു. അങ്ങനെ വർഷങ്ങൾ പിന്നിട്ടു. കാർത്തികേയയ്ക്ക് 5 വയസ്സ് പ്രായമായി. വേദികയേക്കാൾ കാർത്തികേയയെ പണ്ഡിറ്റ്ജി സ്നേഹിക്കാൻ ആരംഭിച്ചിരുന്നു. പൂജ നടക്കുമ്പോ കാർത്തികേയ പണ്ഡിറ്റ്ജിയുടെ കൂടെ തന്നെ കാണും. ആരെയും സംസാരിക്കാൻ പോലും അവൻ അനുവദിക്കില്ല. കാർത്തികേയയുടെ സാന്നിധ്യത്തിൽ ആ വീട്ടിൽ ഒരുപാട് സന്തോഷം വന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് മറ്റൊരു വേദാന്തിയായ ബ്രാഹ്മണൻ കടന്നു വന്നു. ദയാശങ്കർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ ഇൻസ്പെക്ടർ ശർമ്മ പറഞ്ഞയച്ചതാണ്. അവിടുള്ള കാർത്തികേയയെ തേടി ആ കുട്ടിയുടെ അമ്മ വന്നിരിക്കുന്നു. അത് കേട്ട് ആദ്യമേ പാർവതിയും വേദികയും ഞെട്ടിയിരുന്നു. കലാപം നടക്കുന്ന സമയത്ത് കുട്ടിയുമായി ഓടിയ അമ്മ കുട്ടിയെ അവിടുള്ള ആരുടെയോ കയ്യിൽ ഏൽപ്പിച്ചതായിരുന്നു. അന്വേഷിച്ച് ഒടുവിൽ അവർ പോലീസ് സ്റ്റേഷനിലെത്തി. ശർമ്മയാണ് പണ്ഡിറ്റ്ജിയുടെ വീട്ടിലുള്ള കുട്ടിയാണോ എന്നറിയുവാൻ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. അങ്ങോട്ടേക്ക് കടന്നു വന്ന സ്ത്രീകളെ കണ്ടതും അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. പർദ്ദ ധരിച്ച 2 സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ. നഫീസ എന്ന സ്ത്രീയും സുരയ്യ എന്ന സ്ത്രീയുമായിരുന്നു അങ്ങോട്ടേക്ക് എത്തിയത്. സുരയ്യയുടെ മുഖം കണ്ടതും വേദിക ഭയന്നു. സുരയ്യയിൽ നിന്നാണ് വേദിക കുട്ടിയെ വാങ്ങിയിരുന്നത്. കാർത്തികേയയുടെ അമ്മ പിന്നാലെ അവർ പറഞ്ഞു, ഞാൻ കുട്ടിയെ ഏൽപ്പിച്ചത് വേദികയുടെ കയ്യിലാണ്. മുസ്തഫ എന്നാണ് തന്റെ മകന്റെ പേര്. അക്ഷരാർത്ഥത്തിൽ പണ്ഡിറ്റ്ജി ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. അത്രനാളും താൻ മകനായി വളർത്തിയത് ഒരു മുസ്ലിം പയ്യനെയാണ്. പാർവതി വേദികയെ ഉച്ചത്തിൽ വിളിച്ചു. വേദിക കാർത്തികേയുമായി പോയി ഒരിടത്തും മറിഞ്ഞിരിക്കുകയായിരുന്നു. പാർവതി വേദികയിൽ നിന്ന് കാർത്തികേയെ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് ആ സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു, അവന്റെ യഥാർത്ഥ അമ്മയുടെ അടുക്കൽ. ആ സമയം പാർവതിയും കരഞ്ഞിരുന്നു. ആ സ്ത്രീ കാർത്തികേയെ കൊണ്ടുപോകാൻ നോക്കുമ്പോ അവൻ നിലവിളിക്കുന്നുണ്ടായിരുന്നു, ബാവുജി എന്നെ വിട്ടുകൊടുക്കല്ലേ എന്ന്. പണ്ഡിറ്റ്ജിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം വേദനിച്ചു. ഒപ്പം വല്ലാത്തൊരു ദേഷ്യവും സങ്കടവും അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നു. വീട് അശുദ്ധമായിരിക്കുന്നു, താൻ അശുദ്ധമായിരിക്കുന്നു. വലിയ തെറ്റ് തന്നെ അവിടെ നടന്നിരിക്കുന്നു. തന്റെ കുടുംബത്തോടും ആ കുട്ടി ബ്രാഹ്മണാണെന്ന് പറഞ്ഞ പാർവതിയോടും പണ്ഡിറ്റ്ജിക്ക് വലിയ ദേഷ്യം തന്നെ തോന്നി. കാർത്തികേയെ കൂട്ടി, അതായത് മുസ്തഫയെ കൂട്ടി അവന്റെ മാതാവ് പോയതും പണ്ഡിറ്റ്ജി പുറത്തേക്കിറങ്ങി. പുണ്യനദിയിലേക്ക് സ്നാനം ചെയ്യാൻ, ശുദ്ധികലശം നടത്താൻ പണ്ഡിറ്റ്ജി തിരികെ എത്തി. വീട്ടിൽ കാർത്തികേയന്റേതായി എന്തൊക്കെയുണ്ടായിരുന്നോ അതെല്ലാം വെളിയിൽ കളഞ്ഞു. വീട്ടിൽ ശുദ്ധികലശവും പൂജയും നടത്തി. പക്ഷേ മനസ്സിൽ നിന്നും അങ്ങനെ ഓർമ്മകളും സ്നേഹവുമൊന്നും പെട്ടെന്നില്ലാതാവില്ലല്ലോ. അത് പണ്ഡിറ്റ്ജിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. താൻ അശുദ്ധമാണ് എന്ന് തന്നെ പണ്ഡിറ്റ്ജിക്ക് തോന്നിക്കൊണ്ടിരുന്നു. പണ്ഡിറ്റ്ജിയുമായി സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും പാർവതി ശ്രമിച്ചെങ്കിലും പണ്ഡിറ്റ്ജി അതിന് സമ്മതിച്ചില്ല. തെറ്റ് തന്റെ ഭാഗത്താണ് എന്ന് പറഞ്ഞ് സ്വയം ഏറ്റെടുത്ത് അദ്ദേഹം മൗനവ്രതം ആചരിച്ചു. പൂജാകർമ്മങ്ങൾക്ക് പോവാതെയായി. പാർവതിയുടെ തെറ്റ് ശിക്ഷകൾക്ക് അതീതമാണെന്നും ക്ഷമിക്കാൻ സാധിക്കില്ലെന്നും പണ്ഡിറ്റ്ജി അതിനു മുമ്പ് പറഞ്ഞിരുന്നു. നാളുകൾ കടന്നുപോയി. പണ്ഡിറ്റ്ജിക്ക് കുറ്റവിമുക്തനായതായി സ്വയം തോന്നുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം പലതരം പൂജകൾ ചെയ്തു. ആരാധനാ കർമ്മങ്ങളിൽ മുഴുകി. കാർത്തികേയന്റെ ഓർമ്മകൾ ഉള്ളിൽ നിന്ന് പോകുന്നേയില്ല. തെറ്റിന്റെ ബാക്കി തന്നിൽ അവശേഷിക്കുന്നു എന്ന് തന്നെ പണ്ഡിറ്റ്ജി ചിന്തിച്ചുകൊണ്ടിരുന്നു. മറുവശത്ത് സൂര്യപ്രകാശും ദയാശങ്കറും ചേർന്ന് പണ്ഡിറ്റ്ജിയെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെ അറിവുള്ള വ്യക്തിക്ക് എത്ര വലിയ തെറ്റുപറ്റി, എന്തൊക്കെയായിരുന്നു പണ്ഡിറ്റ്ജി പറയുന്നത് ശരിയല്ലെന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ ദയാശങ്കർ പറഞ്ഞു. സൂര്യപ്രകാശിനും പണ്ഡിറ്റ്ജിയോടുള്ള ദേഷ്യം കൊണ്ട് അതൊക്കെ ശരിയായി തോന്നി. മറുവശത്ത് പണ്ഡിറ്റ്ജി തന്റെ മൗനം വെടിഞ്ഞു. മൗനവ്രതം അവസാനിച്ചതും പാർവതിക്കും മകൾക്കും സന്തോഷം തോന്നിയിരുന്നു. പക്ഷെ അങ്ങോട്ടേക്കെത്തിയ അവർ പണ്ഡിറ്റ്ജി പറയുന്നത് കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പണ്ഡിറ്റ്ജി കഠിന വ്രതത്തിലേക്ക് കടക്കുന്നു. ചന്ദ്രായൺ 1 മാസം നീളുന്ന കഠിനമായ വ്രതമാണത്. ഭക്ഷണം പോലും ത്യജിക്കും. 1 മാസ കാലയളവ് നീളുന്ന വ്രതം. അത്രയും കഠിനമായ വ്രതം കൊണ്ട് ശരീരത്തിന്റെ അവസ്ഥ തന്നെ വളരെയധികം മോശമാകും. പണ്ഡിറ്റ്ജിയുടെ ആ വ്രതത്തെപ്പറ്റി കേട്ട് പണ്ഡിറ്റ്ജിയെ നേരിട്ടറിവുകൾ എല്ലാവരും ഒന്നടങ്കം ഞെട്ടിയിരുന്നു. അടുത്ത ദിവസം പണ്ഡിറ്റ്ജിയുടെ വീടിന് മുമ്പിൽ ദയാശങ്കറും സൂര്യപ്രകാശും എത്തിയിരുന്നു. പണ്ഡിറ്റ്ജി വീട്ടിൽ മുസ്ലിം പയ്യനെ വളർത്തി. അതിനെപ്പറ്റിയൊക്കെ ചോദ്യം ചെയ്യാനും വേണമെങ്കിൽ ശിക്ഷാവിധികൾ വിധിക്കാനുമായിരുന്നു അവരെത്തിയത്. പക്ഷേ പണ്ഡിറ്റ്ജി ആ കഠിന വ്രതത്തിലാണെന്നറിഞ്ഞതും അവരുടെ വായടഞ്ഞു പോയി. അതിലും വലിയൊരു ശിക്ഷ സ്വയം ഏറ്റെടുക്കാൻ മറ്റാർക്കും തന്നെ
സാധിക്കില്ല. അവർ അതോടെ അവിടെ നിന്ന് മടങ്ങിപ്പോയി. പണ്ഡിറ്റ്ജിയുടെ അവസ്ഥ കണ്ട് പാർവതിയും വല്ലാതെ വിഷമിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. പണ്ഡിറ്റ്ജിയുടെ ആരോഗ്യം ക്ഷയിച്ചു വന്നു. ഒടുവിൽ പണ്ഡിറ്റ്ജിയുടെ വ്രതം പൂർത്തിയായി. അപ്പോഴും താൻ പാപിയാണെന്ന ചിന്ത പണ്ഡിറ്റ്ജിയുടെ ഉള്ളിൽ നിലകൊണ്ടിരുന്നു. കയ്യിൽ കർപ്പൂരം കത്തിച്ച് അദ്ദേഹം വേദനയിൽ മുഴുകി. പാർവതി അത് കണ്ട് ഓടിവന്ന് അത് കെടുത്തി പണ്ഡിറ്റ്ജിയോട് തന്റെ തെറ്റിന് ക്ഷമ ചോദിച്ചു. അതിന് താങ്കൾ അതേറ്റെടുത്ത് അനുഭവിക്കേണ്ട കാര്യമില്ല എന്ന തരത്തിൽ മാപ്പപേക്ഷിച്ചു. ഒടുവിൽ ഈശ്വരൻ തന്നോട് പൊറുക്കും, തന്നോട് ക്ഷമിക്കും എന്നൊരു ചിന്ത പണ്ഡിറ്റ്ജിയുടെ ഉള്ളിൽ വന്നു. ഒടുവിൽ പണ്ഡിറ്റ്ജി തന്നെ എല്ലാ ആചാര കർമ്മങ്ങളോടെയും തന്റെ തെറ്റിൽ നിന്ന് പുറത്തു വന്നതായി സ്വയം വിശ്വസിച്ചു. വേണ്ട കാര്യങ്ങളും ചെയ്തു. ഇതേസമയം മറുവശത്ത് വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് ഒരു വിദേശ ജേർണലിസ്റ്റും കൊല്ലപ്പെട്ടു എന്ന വാർത്ത പരന്നു. അത് മാക്കായിരുന്നു. മണി വിധവയായ മണി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തി. അവളിപ്പോൾ ഗർഭിണിയാണ്. പക്ഷേ വീട്ടിലേക്ക് മണിയെ പ്രവേശിപ്പിക്കാൻ സൂര്യപ്രകാശ് ഒരുക്കമായിരുന്നില്ല. സൂര്യപ്രകാശിനും മകളുടെ അവസ്ഥയ്ക്കും ഇടയിൽപ്പെട്ട് മണിയുടെ അച്ഛൻ വല്ലാതെ ധർമ്മസങ്കടത്തിലായി. സൂര്യപ്രകാശ് മണിയെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ ഒരുക്കമല്ല. അച്ഛനാകട്ടെ തന്റെ മകളെ കൈപിടിയാനും വയ്യ. ഒടുവിൽ സൂര്യപ്രകാശ് പറഞ്ഞു, പണ്ഡിറ്റ്ജിയെ വിളിപ്പിക്ക്, പണ്ഡിറ്റ്ജി പറയട്ടെ ഇത്തരത്തിൽ വീട് വിട്ടുപോയ പെണ്ണിന് വീട്ടിൽ സ്ഥാനമുണ്ടോ എന്ന്. ഒടുവിൽ പണ്ഡിറ്റ്ജി വിളിപ്പിക്കപ്പെട്ടു. പണ്ഡിറ്റ്ജി വീട്ടിലെത്തി. അദ്ദേഹം മണിയുടെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. അദ്ദേഹം അവിടുത്തെ സംസാരിച്ചു. എല്ലാവർക്കും അറിയാം, മണി സ്വന്തം ഇഷ്ടപ്രകാരം വീട് വിട്ടുപോയതാണ്. അവൾ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഒരച്ഛനാണ്. മകൾ എന്ത് തെറ്റ് ചെയ്താലും പിതാവിന്റെ കർമ്മങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ അവസാനിക്കുന്നില്ല. മകൾ മടങ്ങി വന്ന സ്ഥിതിക്ക് അവൾക്ക് വീട്ടിൽ ഒരു മുറിയൊരുക്കി കൊടുക്കേണ്ടത് ഒരു പിതാവിന്റെ കർത്തവ്യമാണ്. അവൾക്ക് വേണ്ട വസ്ത്രവും ഭക്ഷണവും പിതാവ് തന്നെ പ്രദാനം ചെയ്യണം. പക്ഷേ അതോടെ സൂര്യപ്രകാശിന് പണ്ഡിറ്റ്ജിയോട് കൂടുതൽ വെറുപ്പായി. അടുത്ത ദിവസം വേദിക വീടിന്റെ മട്ടുപ്പാവിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ ആ കാഴ്ച കണ്ട് ഉറക്കെ അലറി വിളിച്ചു, അമ്മ നോക്ക്, ദേ കാർത്തികേയ വന്നിരിക്കുന്നു. പാർവതി വാതിൽ തുറന്നു നോക്കിയപ്പോ വീടിന് പുറത്ത് കാർത്തികേയയും അമ്മ സുരയ്യയും ഉണ്ട്. സുരയ്യ ഒരു ഹിന്ദു വേഷത്തിലാണ്. പുറത്ത് കലാപം നടക്കുന്നു. മകനെ സംരക്ഷിക്കണം. ഇവൻ എന്റെ മകൻ മാത്രമല്ല, നിങ്ങളുടേതു കൂടിയാണ് എന്ന് പറഞ്ഞാണ് സുരയ്യ വന്നിരിക്കുന്നത്. പാർവതിക്ക് പക്ഷേ കാർത്തികേയെ സ്വീകരിക്കാൻ പറ്റുമായിരുന്നില്ല. അവർ വാതിലുകൾ അടച്ചു. വേദിക ഒച്ചയുണ്ടാക്കിയെങ്കിലും വേദികയെയും അവർ വാതിലടച്ചു പൂട്ടിയിരുന്നു. കാർത്തികേയെയും ബാവുജി എന്ന് തന്റെ അച്ഛനെ വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പണ്ഡിറ്റ്ജി അത് കേട്ടെങ്കിലും കേട്ട ഭാവം നടിച്ചില്ല. സുരയ്യ കാർത്തികേയുമായി അവിടെ നിന്ന് പോയി. മറുവശത്ത് സൂര്യപ്രകാശ് ദയാശങ്കറിനൊപ്പം കലാപത്തിനായി ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. ശത്രുക്കളെ കൊല്ലുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ശത്രുക്കളായ മുസ്ലിം മതവിശ്വാസികളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യണം എന്നതാണ് അവരുടെ സംസാരം മുഴുവൻ. ക്ഷത്രിയനായ എന്റെ ദൗത്യമാണത് എന്നും സൂര്യപ്രകാശ് പറയുന്നുണ്ടായിരുന്നു. നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി, കാർത്തികേയെപ്പറ്റി പണ്ഡിറ്റ്ജി പക്ഷേ അന്ന് ഒരുപാട് ആലോചിച്ചു. രാത്രി ഉറങ്ങാതെ വേദങ്ങൾ പരിശോധിച്ചു. കാര്യങ്ങൾ ഓരോന്നോരോന്നായി പഠിച്ചു. യഥാർത്ഥത്തിൽ മതം എന്താണ്, ജീവിതം കൊണ്ടെന്താണ് അർത്ഥമാക്കുന്നത്. പണ്ഡിറ്റ്ജി പഠനത്തിൽ മുഴുകി. അടുത്ത ദിവസവും കലാപം എങ്ങും പടർന്നു പിടിക്കുകയാണ്. പണ്ഡിറ്റ്ജി പഠനത്തിലൂടെ ചിലത് മനസ്സിലാക്കി അവിടെ നിന്ന് മുസ്ലിം ഏരിയയിലേക്ക് നടന്നു നീങ്ങാൻ തുടങ്ങിയിരുന്നു. ചുറ്റിലും കലാപത്തിന്റെ അവശേഷിപ്പുകൾ കാണാം. പണ്ഡിറ്റ്ജിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. സുരയ്യ താമസിക്കുന്ന മുസ്ലിം ഏരിയയിലേക്ക് പണ്ഡിറ്റ്ജി കടന്നു ചെന്നു. അവിടുത്തെ കാർത്തികേയ എന്നുറക്ക വിളിച്ചു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു മുസ്ലിം യുവാവിനെ ഓടിച്ച് കൊല്ലാനായി സൂര്യപ്രകാശും സംഘവും കൂടി അങ്ങോട്ടേക്ക് വന്നെത്തുന്നത്. സൂര്യപ്രകാശ് അയാളെ വധിക്കാനായി മുന്നിട്ട് വന്നു. പക്ഷേ പണ്ഡിറ്റ്ജി അവനെ തടഞ്ഞു. അപ്പോഴാണ് മുകളിൽ നിന്ന് കാർത്തികേയ് ബാവുജി എന്ന് പണ്ഡിറ്റ്ജിയെ വിളിക്കുന്നത്. കാർത്തികേയെ കണ്ടതും സൂര്യപ്രകാശ് പറഞ്ഞു, ആ കുട്ടിയെയും ഞാൻ കൊന്നുതള്ളും, എല്ലാത്തിനും അവസാനമാകട്ടെ. പക്ഷേ പണ്ഡിറ്റ്ജി വാളോങ്ങിച്ചെന്ന് സൂര്യപ്രകാശിന്റെ കൈ പിടിച്ചു തടഞ്ഞു. ശേഷം പറഞ്ഞു, ധർമ്മെന്ന് പറയുന്നത്, മതമെന്ന് പറയുന്നത് വെറും ആരാധനാകർമ്മങ്ങൾ മാത്രമല്ല. മതം കർത്തവ്യം കൂടിയാണ്, ധർമ്മം കൂടിയാണ്, ചെയ്യേണ്ടുന്നതിലേക്കുള്ള പ്രവൃത്തി കൂടിയാണ്. ഉച്ചനീചത്വം, തൊട്ടുകൂടായ്മയൊന്നും ഇല്ലാതിരിക്കുക. മതം പഠിപ്പിക്കുന്നത് മാനവികത കൂടിയാണ്. നിഷ്കളങ്കരായ മനുഷ്യരെ കൊന്നുതള്ളുന്നത് ഒരിക്കലും മതമല്ല. മതത്തിൽ അത് പഠിപ്പിക്കുന്നുമില്ല. നമ്മൾ എല്ലാവരും ഒന്നാണ്, ഒരേ ദൈവത്തിന്റെ മക്കളാണ്. അതാണ് മതം പറഞ്ഞു വെക്കുന്നത്. വേദങ്ങളിൽ നിന്നും പഠിച്ച ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ് ഞാനിത് പറയുന്നത്. പണ്ഡിറ്റ്ജിയുടെ വാക്കുകളിൽ കൊല്ലാനായി വാളോങ്ങിയ എല്ലാവരുടെയും കണ്ണുകൾ താന്നു. വാൾ
ആളുകൾ താന്നു. എല്ലാവരിലും കുറ്റബോധം നിറഞ്ഞു. പണ്ഡിറ്റ്ജി വീണ്ടും ശബ്ദമുയർത്തി കാർത്തികേയയെ വിളിച്ചു. ബാവുജി എന്ന് വിളിച്ച് ആ പിഞ്ചുകുഞ്ഞ് പണ്ഡിറ്റ്ജിയുടെ അടുത്തേക്ക് ഓടിയെത്തി. പണ്ഡിറ്റ്ജി കാർത്തികേയയെ വാരിയെടുത്ത് തന്നോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു. പണ്ഡിറ്റ്ജിയുടെ വാക്കുകൾ സൂര്യപ്രകാശിനും ദയാശങ്കറിനുമടക്കം മനസ്സിലായിരുന്നു. അവർ കൈകൂപ്പി നിന്നു. പണ്ഡിറ്റ്ജി കാർത്തികേയയുമായി അവിടെ നിന്ന് മുന്നിലേക്ക് നടന്നു നീങ്ങി. മതം എന്താണെന്ന് വലിയ സന്ദേശം പകർന്നു നൽകിക്കൊണ്ട് ചലച്ചിത്രം അവിടെ അവസാനിക്കുന്നു. നാഷണൽ അവാർഡ് അടക്കം നേടിയ ധർമ്മ എന്ന ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.